അപ്പൊ 3 തവണയാണ് അനുവാദം ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പല വീടുകൾക്കും വാതിലുകളുടെ സംവിധാനമില്ല. പല വീടുകളും പലപ്പോഴും തുറന്നു കിടക്കുന്ന രൂപത്തിലാണ്. ചിലപ്പോൾ ഒരു കർട്ടൻ ഉണ്ടെങ്കിലായി. ആ രൂപത്തിലൊക്കെ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ അന്ന് പറഞ്ഞ കാര്യം ഇന്നും വളരെ ശ്രദ്ധയോടുകൂടി മുസ്ലിമീങ്ങള് അതേ പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹദീസിനെയും വിശദീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആയത്തുകളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നു, വലാ തഖിഫന്ന അലാ ബാബി ഖൗമിൻ റദ്ദൂക അൻ ബാബിഹിം ഫഇന്ന ലിന്നാസി ഹാജാത്തിൻ വലഹും മശ്ഗാൽ. നമുക്കൊക്കെ അതേ മനസ്സിലാക്കി തരികയാണ്, നീ ഒരാളുടെയും വാതിലിന്റെ സമീപത്ത് പോയി നിൽക്കരുത്. നിനക്ക് പ്രവേശനത്തിന് അനുവാദം ലഭിക്കപ്പെടാത്ത വാതിലിന്റെ മുമ്പിൽ നീ ഇങ്ങനെ കാത്തു നിൽക്കരുത്. ഫഇന്ന ലിന്നാസി ഹാജാത്തിൻ, തീർച്ചയായും ജനങ്ങൾക്ക് പല ആവശ്യങ്ങളും കാണും. വലഹും മശ്ഗാലുൻ, അവർക്ക് പല ശുഗലുകളും ജോലികളും ഉണ്ടാകും. അതുകൊണ്ട് 2-3 തവണ ഏറിയാൽ മാക്സിമം നീ 3 തവണ അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ വലാ തഖിഫന്ന അലാ ബാബി ഖൗം, ഒരു ജനതയുടെയും വാതിൽക്കൽ നീ ഇങ്ങനെ കെട്ടിക്കാത്ത് നിൽക്കരുത്. അനുവാദം കിട്ടുന്നില്ലെങ്കിൽ മടങ്ങിപ്പോകണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു വീട്ടിലേക്ക് ഇന്ന് നമുക്കതാ സംവിധാനങ്ങൾ ഏറെയാണ്. മുമ്പ് ശബ്ദമുണ്ടാക്കണം, ഇന്ന് നമുക്ക് കോളിംഗ് ബെല്ലുകൾ ഉണ്ട്. അങ്ങനെ അടിച്ചടിച്ച് വീട്ടിൽ നിന്ന് തുറക്കാതെ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും, എന്ത് വീട്ടിന്റെ അകത്ത് ആളുണ്ടായിട്ടും എന്തേ തുറക്കാത്തത്, വീട്ടിന്റെ അകത്ത് ആളുണ്ടായിട്ടും എന്തേ എനിക്ക് അനുവാദം തരാത്തത്. അങ്ങനെയുള്ള യാതൊരു സംശയത്തിനും ഇടവേണ്ട എന്നാണ് ഇസ്ലാം പറയുന്നത്. അനുവാദം നിനക്ക് ഒരിക്കൽ ചോദിക്കാം, 2 തവണ ചോദിക്കാം, 3 തവണ ചോദിക്കാം. അനുവാദം മറുപടിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ മടങ്ങി പോന്നോളണം. ചിലപ്പോ അവര് തന്നെ പറഞ്ഞേക്കും, ഇപ്പൊ നിങ്ങൾ മടങ്ങി പോകണം. എന്നാലും വിഷമം വിചാരിക്കാൻ പാടില്ല. ഞാൻ ഇത്ര പ്രയാസപ്പെട്ട് വന്നിട്ട് വാതിൽ തുറന്നില്ലല്ലോ, ഞാൻ ബെല്ലടിച്ചിട്ട് വാതിൽ തുറന്നില്ലല്ലോ. എന്തേ അങ്ങനെ സംശയിക്കാൻ അവകാശമില്ല. കാരണം ഫഇന്ന ലിന്നാസി ഹാജാത്തിൻ വലഹും മശ്ഗാൽ, ജനങ്ങൾക്ക് പല ആവശ്യങ്ങളും പല ശുഗലുകളും ഒക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ആ നിലക്കുള്ള മര്യാദ ഇസ്ലാം ഗൗരവത്തോടെ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കണം, ഇസ്ലാം ഖുർആൻ ഇത്ര ഗൗരവത്തോടെ ഇത് പറയുകയാണ്. വഇൻ ഖീല ലകും ഇർജിഉ ഫർജിഉ, മടങ്ങി പോകണം എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഇവന്റെ വീട്ടിലേക്ക് ഞാനില്ല. വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് ബെല്ലടിച്ച് അനുവാദം ചോദിച്ചിട്ടും ഇപ്പൊ നിങ്ങൾ മടങ്ങി പോകണം എന്നോട് പറഞ്ഞില്ലേ, അത് കാരണത്താൽ ഇനി ഇവനുമായി ബന്ധമില്ല, ഇനി വീട്ടിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല. എന്നെ അവഹേളിച്ചിരിക്കുന്നു, എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന ചിന്തക്ക് പ്രസക്തിയേ ഇല്ല. മുസ്ലിമീങ്ങൾ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. വഇൻ ഖീല ലകും ഇർജിഉ, മടങ്ങണം ഇപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങി പോകണം. ഹുവ അസ്കാ ലകും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധിക്ക് യോജിച്ചത്. അല്ലാഹു ബിമാ തഅമലൂന അലീം, അല്ലാഹ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിവുള്ളവനാകുന്നു. ഇനി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെ സമ്മതം ചോദിക്കണം എന്നത് വരെ ഹദീസിലുണ്ട്. റിബഇയ്യ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്ദസനാ റജുലുൻ മിൻ ബനി ആമിർ, ബനു ആമിറിൽപ്പെട്ട ഒരാൾ എന്നോട് ഒരു വിഷയം പറഞ്ഞു, ഒരു ഹദീസ് പറഞ്ഞു. എന്താണ് ആ സംഭവം? അന്നഹു ഇസ്തഅ്ദന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ഫീ ബൈത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലുണ്ടായിരുന്ന നേരത്ത് നബി തങ്ങളോട് പോയിട്ട് അനുവാദം ചോദിക്കുന്നു. എങ്ങനെയാ അനുവാദം ചോദിച്ചത്? വീട്ടുകാരനോട്. നബി തങ്ങളോട് എങ്ങനെയാണ് അനുവാദം ചോദിക്കുന്നത്? അലിജു, ഞാൻ പ്രവേശിക്കട്ടെയോ, ഞാൻ പ്രവേശിക്കട്ടെയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള ഭൃത്യനോട് പറയുന്നു, ഉഖ്റുജ ഇലാ ഹദാ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പുറപ്പെട്ട് ചെല്ലൂ. ഫഅല്ലിംഹുൽ ഇസ്തിഇദാൻ, എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ആദ്യം തന്നെ കയറി വന്നിട്ട് ഞാൻ കിടന്നോട്ടെ, ഞാൻ പ്രവേശിച്ചോട്ടെ എന്ന് പറയലല്ല.
മറിച്ച് ഫഖുൽ ലഹു, നീ അയാളോട് പറഞ്ഞു കൊടുക്കണം, ഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറയട്ടെ, സലാം കൊണ്ടാണ് തുടങ്ങേണ്ടത്. അസ്സലാമു അലൈക്കും അദ്ഖുൽ, ഞാൻ പ്രവേശിക്കട്ടെയോ എന്ന് ചോദിക്കണം. ഫസമിഅഹു റജുൽ, അത് ഈ മനുഷ്യൻ പുറത്തുനിന്ന് കേൾക്കുകയാണ്. അത് കേട്ടപാടെ അദ്ദേഹം അതാ നിർദ്ദേശം പാലിക്കുകയാണ്. അസ്സലാമു അലൈക്കും അദ്ഖുൽ, അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ അനുവാദം ചോദിച്ചപ്പോൾ ഫഅദിന ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഫദഖല, അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. നോക്കണം നിങ്ങൾ, എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതേ, വാതിലിന്റെ നേരെ പോയി നിൽക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞു. പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ അഹിതകരമായ വല്ല കാഴ്ചകളും ഉള്ളിലേക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സമ്മതം ചോദിച്ച് നീ കാത്തു നിൽക്കുമ്പോൾ വീട്ടുകാരൻ വാതിൽ തുറക്കുന്നതിന്റെ നേരെ പോയി നിൽക്കരുത്. ഈ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്നോളണം. ഒക്കണം, ഇസ്ലാം എത്ര പ്രത്യേകമായിട്ടാണ് ഓരോ മര്യാദയും പഠിപ്പിക്കുന്നത്. ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അതാ ബാബൻ യുരീദു യസ്തഅദിനു ലം യസ്തഖ്ബിൽഹു ജാഅ യമീനൻ വശിമാലാ ഫഇന്നദിന ലഹു വഇല്ലം സറഫാ. നബി തങ്ങളുടെ പതിവെന്താണ്? അവിടുന്ന് ഏതെങ്കിലും ഒരു വീട്ടിന്റെ കവാടത്തിനരികിലെത്തിയാൽ അവിടേക്ക് പ്രവേശനം അനുവാദം ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ കാത്തു നിൽക്കുമ്പോൾ വീടിന്റെ വാതിലിനോട് നേരെ അഭിമുഖമായി കൊണ്ട് നിൽക്കാറില്ല. ജായമീനം വശിമാല, ഇടത്തോട്ടോ വടത്തോട്ടോ മാറി നിൽക്കും. അങ്ങനെ അനുവാദം കിട്ടിയാലായി, അനുവാദം കിട്ടിയാൽ പ്രവേശിക്കും. വഇല്ലം സറഫാ, അതല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിഷമമില്ല, ആർക്കും വിഷമം തോന്നേണ്ട കാര്യമില്ല. ഇസ്ലാം നേരത്തെ ഗൗരവത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം നിലനിൽക്കണം, ബന്ധങ്ങൾ ശിഥിലമാകരുത്, കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തേ കൃത്യമായ നിലക്കാണ് ഇസ്ലാം ഇത് പറയുന്നത്. ഇന്നൊരു പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്യുമ്പോ ഒരു ബെല്ലടിച്ചു, എടുത്തില്ല, പിന്നെയും അടിച്ചു, പിന്നെയും എടുത്തില്ല, വീണ്ടും അടിക്കുന്നു, പിന്നെയും എടുക്കുന്നില്ല. പരിഭവം തോന്നേണ്ട കാര്യമില്ല. ആളുകൾക്ക് പല ശുഗലുകളും ഉണ്ടാകും, ആളുകൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും. ഒരാളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ അയാൾക്ക് പറ്റിയ അവസരമാവില്ല. അതൊക്കെ നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഖതാദ റഹിമഹുല്ലാഹ് വിശദീകരിച്ചില്ലേ, ആളുകൾക്ക് പല ആവശ്യങ്ങളും പല ശുഗലുകളും ഉണ്ടാകുമല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനുവാദം ചോദിക്കുമ്പോൾ നാം കൃത്യമായി പേര് പറയണമെന്നാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഫദഖഖതുൽ ബാബ, ഞാൻ വാതിലിങ്ങനെ മുട്ടി. വാതില് മുട്ടിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മൻദാ, ആരാണത് എന്ന് അകത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അന ഞാനാണെന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഞാൻ എന്ന് പറഞ്ഞ ആരായി? ഞാൻ എന്നാണോ പേര്? എന്തായി ഞാൻ എന്ന് പറയുന്നത്? കഅന്നഹു കരിഹഹാ, നബി തങ്ങൾക്ക് അതിനോട് വിമ്മിഷ്ടമുള്ളതുപോലെ. അതെ, ആരാണെന്ന് ചോദിച്ചാൽ ഇത് ഞാനാണെന്നല്ല മറുപടി പറയേണ്ടത്. പലപ്പോഴും അങ്ങനെയാണ്. ആരാണ് എന്ന ചോദ്യത്തിന് ഞാനാണെന്നല്ല പറയേണ്ടത്, ഇന്നയാളാണെന്ന് കൃത്യമായി പേര് പറഞ്ഞോളണം. അതാണ് ഏറ്റവും നല്ലത് എന്ന സംസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ അന്യന്റെ വീടുകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിന്റെ ഗൗരവം, എന്തിനാണ് സമ്മതം ചോദിക്കാൻ പറഞ്ഞത്? അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത്തല റജുലുൻ മിൻ ജുഹരിൻ ഫീ ഹുജരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിദ്റൻ യഹ്കു ബിഹി റഅസഹു.